അങ്ങനെ അവസാനം ദുൽഖറിന്റെ 40ാമത്തെ ചിത്രമായിട്ടുള്ള ഐ ആം ഗെയിമിന്റെ ചിത്രീകരണം അവസാനിച്ചിരിക്കുകയാണ്. ഷൂട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 156 ദിവസത്തോളം ഉള്ള ഷൂട്ടിങ്ങും 100-ലധികം ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്ത ഒരു പടം കൂടിയാണ് ഐ ആം ഗെയിം. സൗത്ത് ഇന്ത്യയിൽ മാത്രം 100-ലധികം ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്ത ഒരു പടം കൂടിയാണ്. പടം ഒരു സ്പോർട്സ് ത്രില്ലർ പടമാണ്. എക്സാമ്പിൾ തന്നെയാണ്, സ്പോർട്സ് ത്രില്ലർ പടമാണ്. അപ്പോൾ ഒരു ക്രിക്കറ്റ് ബേസ്ഡ് കഥയാണ് വരാൻ പോകുന്നത്. പിന്നെ പടം ഓണം തന്നെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാവില്ല തന്നെയാണ്. ഫസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് മെയ് ഫസ്റ്റ് വീക്കിൽ വരാണ്ട്. പടത്തിന്റെ വലുപ്പം നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. ദുൽഖറിന്റെ 3 വർഷത്തിന് ശേഷം ഹോം കമ്മിങ് ആണ് ഈ പടം. അതിന്റെ ഇടയിൽ തെലുങ്കും തമിഴിലൊക്കെ പോയിട്ട് പടം ചെയ്ത അണ്ണൻ പാൻ-ഇന്ത്യൻ സ്റ്റാർ ആണ്. ഇപ്പോൾ കാമിയൊക്കെ ചെയ്തിരുന്നു ലോഗയില്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുൾ ലീഡ് പടം വരാൻ പോവാണ് ഓണത്തിന്. ഒന്ന് ഉറപ്പിച്ച് പറയാം, ഈ പടം പോസിറ്റീവ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് കളക്ഷൻ തൂക്കാൻ പോണ പടം കൂടി ആയിരിക്കും ഐ ആം ഗെയിം. പടത്തിൽ ദുൽഖറിന്റെ ഒപ്പം നിൽക്കാനായിട്ട് ആന്റണി വർഗീസ് പെപ്പ ഉണ്ട്. പെപ്പയ്ക്കും ഒരേ പ്രധാന റോള് തന്നെയാണെന്നാണ് കേട്ടത്. നായികയായിട്ട് കയാതു ലോഹർ ഉണ്ട്. വില്ലനായിട്ട് മിസ്കിനാണ് ഇതിലത്തെ വില്ലനായിട്ട് വരുന്നത്. കൺഫേം ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. പടത്തിന്റെ ഒരു റാപ്പ് വീഡിയോ വന്നിരുന്നു. കിങ് ഓഫ് കൊത്തക്കും ഒരു റാപ്പ് വീഡിയോ പോലെ ഇറക്കിയിരുന്നു. അത് ഇതിനെക്കാട്ടും കുറച്ച് ബിഗ്ഗസ്റ്റ് റാപ്പ് വീഡിയോ ആയിരുന്നു. തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാന്നൊക്കെ പറഞ്ഞിട്ട്. തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ, പക്ഷെ തീർത്ത് കളഞ്ഞിട്ടോ, വേറെ കാര്യം. ഇപ്പൊ കിങ് ഓഫ് കൊത്ത എന്ന ഫെയിലിയറിന് ശേഷം വരാൻ പോണ ചിത്രമാണ് ഐ ആം ഗെയിം. ഐ ആം ഗെയിമിന്റെ ക്രൂ നോക്കുമ്പോൾ പടത്തിന്റെ ബാക്ക് പടം നിങ്ങൾ വിചാരിക്കുന്നതിന് വലിയ പടമാണെന്ന് പറയാൻ കാരണം ഇതിന്റെ ക്രൂ തന്നെയാണ് ആദ്യം പറയാം. ഫസ്റ്റ് ഡയറക്ടർ നെഹാസ് ഹിദായത്ത്. ഫസ്റ്റ് പടം RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രം, അതിനുശേഷമുള്ള ചിത്രം. ഇതിന്റെ സിനിമാറ്റോഗ്രാഫി വരുന്നത് ജിംഷി ഖാലിദാണ്. പിന്നെ എഡിറ്റർ നമ്മളെ ചമൻ ജാക്കോ. പിന്നെ അതും പോരാ, മ്യൂസിക് ജെയ്ക്സ് ബിജോയ്. നമ്മളെ തുടരും ലോകമൊക്കെ കത്തിച്ചു വിട്ട മുതലാണ് ജെയ്ക്സ് ബിജോയ് ഓണത്തിന് 2 പടമാണ്. ഖലീഫയിലും ജെയ്ക്സ് ബിജോയ് ആണ്, ഈ പറഞ്ഞ പോലെ ഐ എം ഗെയിമിലും ജെയ്ക്സ് ബിജോയ് ആണ്. പിന്നെ ഇതൊന്നും പോരാ, ചെയ്യുന്നത് അൻപരിവാണ്. എന്തുവാണ് അതിൽ കൂടുതൽ? ഈ പറഞ്ഞ 5 കാര്യങ്ങൾ പോരെ പടത്തിന് ഹൈപ്പ് കൂടാൻ. പിന്നെ പടത്തിന്റെ പ്രൊഡക്ഷൻ വരുന്നത് വേഫെയർ ഫിലിംസ് ആണ്. പടം എങ്ങനെ പ്രൊമോട്ട് ചെയ്യാന്ന് ഇവര് കണ്ട് മനസ്സിലാവും. ഓണാകുമ്പോഴത്തേന് ഈ പടത്തിന്റെ ഹൈപ്പ് പോലെ മുകളിലെത്തിക്കും. അത്ര പ്രൊമോഷനാണ് ഇവരെ വേഫെയർ ഫിലിംസിന്റെ പ്രൊമോഷൻ ലെവൽ. ഇപ്പോഴും ഇവരൊക്കെ പ്രൊമോഷൻ കണ്ട് പഠിക്കണം. ഇപ്പോഴത്തെ കുറെ സിനിമകൾ വരാൻ പോണ പാട്രിയോട്ട് പറഞ്ഞ സിനിമ ഒക്കെ ഉണ്ട്. മോഹൻലാൽ മമ്മൂട്ടി ഒന്നിക്കുന്ന ബിഗ് ഗംസിന്റെ പടമാണ്. എന്നിട്ട് പോലും അതിന്റെ ഒരു ഹൈപ്പ് കാരണം തീരല്ല. കാരണം അപ്പൊ അങ്ങനത്തെ കുറെ പടങ്ങളുണ്ട് പ്രൊമോഷൻ കൊടുക്കാത്ത രീതിയിൽ ഫെയിലിയർ ആയി പോയ പടങ്ങൾ. പക്ഷെ പ്രൊമോഷൻ മാത്രം പോരാ, പ്രൊമോഷൻ കൊടുത്തിട്ടോ ഹൈപ്പ് കയറ്റി വിട്ട് പൊട്ടിയ കുറെ പടങ്ങൾ വേറെ ഉണ്ട്. ഈ ചിത്രം ഓൾമോസ്റ്റ് ഓണം കൺഫേം ആണ്. പിന്നെ ക്ലാഷ് ആയിട്ട് വരുന്ന പടങ്ങൾ നോക്കാം. ഫസ്റ്റ് പടം ഖലീഫയാണ്, വൈശാഖി ചിത്രം. അത് നീളും എന്നാണ് കിട്ടിയ വിവരം. പക്ഷെ വൈശാഖിന്റെ പടമായിട്ട് ഇടയ്ക്ക് ഓണത്തിന് തന്നെ ഇറക്കാം. അവർ ഓണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പടത്തിന്റെ ഷൂട്ടിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പടുത്തുള്ള പ്രസ് മീറ്റിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലുക്കിംഗ് ഫോർ ഓണം തന്നെയാണ്. ഓക്കെ, പിന്നെ അടുത്ത പടം ബത്തലേഹം കുടുംബ യൂണിറ്റ്. അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഈ മാസത്തോടെ അതിന്റെ ഷൂട്ടിംഗ് കഴിയുന്നതാണ് കിട്ടിയ അപ്ഡേറ്റ്. ഓൾമോസ്റ്റ് എൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ തുടക്കം എന്നുള്ള ചിത്രമാണ്. നമ്മളെ മോഹൻലാലിന്റെ മകളെ ചിത്രം. അതിൽ മോഹൻലാലിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷൻ ചെയ്തിട്ട് ഓണത്തിന് നല്ല പ്രൊമോഷൻ ആയിക്കാരം. പക്ഷെ ഇങ്ങനെയുള്ള സാധ്യത എന്താ വെച്ചാൽ മോഹൻലാൽ 2 പടത്തിലുണ്ട്. ഖലീഫയിലുണ്ട്, ഈ പറഞ്ഞ പോലെ തുടക്കത്തിലുണ്ട്. അപ്പൊ 2 ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടായത് തന്നെ ഖലീഫയും തുടക്കം ഒപ്പം വരാനും സാധ്യത. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിൽ കാണേണ്ടത്. അപ്പോൾ എന്തായാലും നല്ല ഡിഫറൻസിലേക്കാണ് ഖലീഫ വരാൻ പോകുന്നത്. മിക്കവാറും ഡേറ്റ് ഉടനെ കൺഫേം ആയിട്ട് പുറത്തു വരുന്നതായിരിക്കും. അപ്പോൾ ഓണം വരുന്നത് ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റിൽ ഈ പടങ്ങൾ അത് മാത്രമല്ലത്, മലയാളത്തിലത്തെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. തമിഴ്ക്ക് പോകണമെങ്കിൽ അവിടെ ജയിലറും പാരഡൈസും ഒക്കെ വരാനുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ ഓഗസ്റ്റിൽ വരുന്നുണ്ട്. ഓഗസ്റ്റിൽ നമുക്ക് ലോൺ എടുക്കേണ്ട അത്രയും പടങ്ങൾ വരാനുണ്ട്. കുറച്ച് ലോൺ വേണ്ടി അതിപ്പോ ഒരു 10 ലക്ഷം മതി. 10 ലക്ഷം ഏറ്റവും ഹൈപ്പുള്ള പടം ഐ ആം ഗെയിം തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. അത് കഴിഞ്ഞിട്ടേ ഖലീഫ ഉള്ളൂ പേഴ്സണലി. അപ്പൊ നിങ്ങൾക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഫുള്ള് കണ്ടവർ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.